ഹായ് ലേണേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഡാറ്റ അനാലിസിസ് ഏതാണ് BECS 184 പല UG വിദ്യാർത്ഥികൾക്കും പഠിക്കാനുള്ള ഒരു പേപ്പറാണിത്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വാട്സപ്പിലുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മുടെ ടീമിൽ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിത് നോക്കി പഠിക്കാൻ ബാക്കിയുള്ള എല്ലാ പർപ്പസിനും പ്രിന്റ് എടുക്കാനൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുകയും വേണം. ഓക്കെ, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായിട്ട് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നമ്മളായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അങ്ങനെ മാക്സിമം സമയം എടുത്തിട്ട് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾക്കുള്ള എല്ലാവിധ ഹെൽപ്പും നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതാണ്. രജിസ്ട്രേഷനോ ബാക്കിയുള്ള പുതിയ കുട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ സപ്പോർട്ടും നമ്മൾ തരുന്നതാണ് കേട്ടോ. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിലും ജോയിൻ ആവാം കേട്ടോ. ഗസ്റ്റ് പേപ്പറാണ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അത് നിങ്ങളോട് ചെയ്തിട്ടുള്ളത്. ഇത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആരെയാണ്? ജൂൺ 2026 അഥവാ ഡിസംബർ 2026. അത് 2026 എക്സാം എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് മുമ്പിൽ വന്നിട്ടുള്ളത്. നോക്കൂ, 13 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 17 പേജ് നിങ്ങൾക്ക് ആൻസർ ചെയ്താൻ പറ്റും. 4 പ്രധാനപ്പെട്ട ബ്ലോക്ക് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഇത്രയും കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. 13 ക്വസ്റ്റ്യൻസ് പ്ലസ് ആൻസർ അടക്കമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും ഇഗ്നോ എക്സാമിൽ ഫെയിൽ ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ഇഗ്നോന്റെ ഒരു മെത്തേഡ് അറിയില്ല, എങ്ങനെയാണ് അവർ എഴുതേണ്ടത്, ഇഗ്നോ സ്റ്റൈലിൽ എങ്ങനെ ആൻസർ എഴുതണം, കറക്റ്റ് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അത്രക്കാർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന രൂപത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളായിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു PDF നമ്മളെ കയ്യിൽ നിങ്ങൾക്ക് വാങ്ങാൻ, നിങ്ങൾക്ക് അതേപോലെ പ്രിന്റ് എടുക്കാനും ബാക്കിയുള്ള പർപ്പസിന് നോക്കി പഠിക്കാനൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നതാണ്. ഓക്കെ, നോക്കൂ, എന്താണ് സ്ട്രിക്ട്ലി ഫ്രം ഇഗ്നോ ബുക്ക്. നമ്മുടെ ഇഗ്നോ ബുക്ക് മാത്രം റെഫർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തയ്യാറാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് വൈസ് മാപ്പിംഗ് ആണ്, പ്രധാനപ്പെട്ട ബ്ലോക്കുകളൊക്കെ താരതമ്യം ചെയ്തിട്ട് അല്ലേ. കാരണം നിങ്ങൾക്കറിയാം, ഇഗ്നോന്റെ എക്സാം ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ജയിക്കാനുള്ളൊരു അറ്റ്ലീസ്റ്റ് ഒരു 80 മാർക്ക് 65-70 മാർക്ക് വരുന്നത് ഇവിടെ നിന്നാണ്, ആദ്യത്തെ ബ്ലോക്കിൽ നിന്ന്, ആദ്യത്തെ ഒരു 4 യൂണിറ്റിൽ നിന്നാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്. അപ്പം അത്തരത്തിലുള്ള കഴിഞ്ഞൊരു 6 സെഷൻസ് അനലൈസ് ചെയ്തിട്ട് ലാസ്റ്റ് 6 പരീക്ഷകൾ പ്രത്യേകം നോക്കിക്കൊണ്ട് അതിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതാണ്, അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ ഇവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ ലാഗ് ആക്കുന്നില്ല, വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്, ഇതിലേക്ക് കടക്കുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ 2024 ചോദിച്ചിട്ടുണ്ട്, 24 ഡിസംബറിൽ, ജൂണിൽ, 2025 ഡിസംബറിലും ജൂണിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 1 നിന്ന് സെക്ഷൻ എയിൽ നിന്ന് എന്ത് ചെയ്യാണ് ഇത് വന്നിട്ടുള്ളതാണ് കേട്ടോ. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത് 450 വേർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതും വേണം. 450 എന്നുള്ള കുറച്ച് വളരെ കൂടുതലൊന്നല്ല, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതിനേ ഉള്ളൂ. അപ്പം വളരെ സിമ്പിളായ രൂപത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു പേപ്പർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആൻസർ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീനിങ് ഓഫ് നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട ഹെഡിങ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളിവിടെ തുടങ്ങിയ, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇക്വേഷനോ അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ കോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ജസ്റ്റ് എഴുതി കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് വിശദീകരിക്കാനുള്ള നിങ്ങളുടെ കണ്ടന്റ് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ വിശദീകരിച്ച് കൊടുക്കണം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇതിൽ വരുന്ന പോയിന്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതിലുള്ള അടുത്തൊരു ഹെഡ് സൈഡ് ഹെഡിങ് കൊടുക്കുന്നു. ദെൻ താഴെ ഭാഗത്ത് ഒരു കൺക്ലൂഷൻ രൂപത്തിൽ എന്താണ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇഗ്നോന്റെ ഏതൊരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അസൈൻമെന്റ് പ്രൊജക്ട് ഒക്കെ ചെയ്യുന്നത് പോലെ ഒരു കൺക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റീവ് ഗസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് നോക്കി പോയാൽ തന്നെ ഷുവറാണ് നിങ്ങൾക്ക് ഏകദേശം 80 അല്ലെങ്കിൽ അതിന് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു PDF-നകത്ത് ഫുൾ ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ ഇഗ്നോ സ്റ്റൈലുള്ള ആൻസറുകൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നോക്കൂ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി ഇതിന്റെ ഗ്രാഫ് അടക്കമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ യൂസ്ഫുൾ ആകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് തിയറി ആണെങ്കിൽ എല്ലാ മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് വളരെ
ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു PDF നമ്മളെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനും പഠിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു PDF ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പുമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ താഴെ നമ്പറിലും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ PDF പർച്ചേസ് ചെയ്യുക കേട്ടോ. ഓക്കെ, പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക്